ഇന്നലെ നിയമസഭയിൽ എത്തിയതിന് പിന്നാലെ മണ്ഡലമായ പാലക്കാട്ട് സജീവമാകാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ റവന്യൂ അസംബ്ലിയിൽ പരിഗണിക്കേണ്ട വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി റവന്യൂ മന്ത്രിക്ക് കത്ത് നൽകി. അതേസമയം രാഹുൽ ഇന്ന് നിയമസഭയിൽ എത്തിയില്ല. ഇതിനിടെ കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത രാഹുലിനൊപ്പം ഇന്നലെ നിയമസഭയിലെത്തിയ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് നേമം ഷജീറിനെതിരെ സംഘടനയിലെ ഒരു വിഭാഗം രംഗത്തെത്തി. സലിം മാലിക് വിവരങ്ങളുമായി. സലിം, പാലക്കാട്ട് അദ്ദേഹം സജീവമാകുമെന്നതിന്റെ വിവരങ്ങൾ ഇന്നലെ തന്നെ ശ്രീകുമാരൻ പങ്കുവച്ചതാണ്. അപ്പോൾ അതിന്റെ തുടർ നടപടികൾ എങ്ങനെയായിരിക്കും? അദ്ദേഹം ചില കാര്യങ്ങളൊക്കെ അറിയിച്ചിരിക്കുകയാണ്. രേഖാമൂലം തന്നെ അദ്ദേഹം പാലക്കാട്ട് സജീവമാകാൻ പോകുന്നു എന്നതിന്റെ തെളിവുകളാണോ ഇപ്പോൾ പുറത്തു വരുന്നത്? വിവരങ്ങൾ. അനുജ, മണ്ഡലത്തിൽ വരും ദിവസങ്ങളിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തുകയും വിവിധ പരിപാടികളിൽ, ആദ്യം സ്വകാര്യ പരിപാടികളിലും പിന്നെ പൊതുപരിപാടികളിലും സർക്കാർ പരിപാടികളിലും ഒക്കെ സജീവമാകാനാണ്, ഒരു MLA എന്ന നിലയിൽ സജീവമാകാനാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നീക്കം. അതിൻ്റെ കൂടി ഭാഗമായാണ് ഇപ്പോൾ ഈ റവന്യൂ അസംബ്ലിയിൽ പരിഗണിക്കേണ്ട വിഷയവുമായി ബന്ധപ്പെട്ട് മണ്ഡലത്തിലെ വിവിധ വിഷയങ്ങൾ റവന്യൂ മന്ത്രിക്ക് എഴുതി നൽകിയത്. 6 ആവശ്യങ്ങളാണ് മണ്ഡലവുമായി ബന്ധപ്പെട്ട് എഴുതി നൽകിയിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പാലക്കാട് നഗരസഭയിലെ സുന്ദരം കോളനിയിലെ പട്ടയ വിതരണം വേഗത്തിൽ പൂർത്തിയാക്കുക എന്നുള്ള ആവശ്യമാണ്. ഒപ്പം പിരായിരി വില്ലേജ് ഓഫീസിലെ അമിത ജോലിഭാരം കണക്കിലെടുത്ത് അവിടെ അധിക തസ്തിക സൃഷ്ടിക്കുക. പാലക്കാട് 3 യാക്കര വില്ലേജ് ഓഫീസുകൾ സ്മാർട്ട് വില്ലേജുകളാക്കുക. ഒപ്പം ഭൂമി തരം മാറ്റൽ നടപടിക്രമങ്ങൾ വൈകുന്നത് വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാകുന്നു, അതിന് പരിഹാരമുണ്ടാക്കുക. പാലക്കാട് നിയോജക മണ്ഡലത്തിൽ ഈ പ്രളയ ദുരിതാശ്വാസം ഇതുവരെ ലഭിച്ചിട്ടില്ല, കാലവർഷക്കെടുതിയും ലഭിച്ചിട്ടില്ല. ഇക്കാര്യങ്ങളിൽ വീണ്ടും അപേക്ഷ നൽകിയാണ്, അത് പരിഗണിക്കണമെന്ന് പറയുന്നു. ഒപ്പം തന്നെ പാലക്കാട് റവന്യൂ ടവർ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് ഇപ്പോൾ സർക്കാരിന് മുൻപിൽ, റവന്യൂ വകുപ്പിന് മുൻപിൽ വെച്ചിരിക്കുന്നത്. അത് മണ്ഡലത്തിലെ ആവശ്യങ്ങളുമായി സജീവമാകുക എന്ന നീക്കത്തിന്റെ കൂടി ഭാഗമായാണ്. ഈ ശനിയാഴ്ചയോടുകൂടി തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ മണ്ഡലത്തിലേക്ക് എത്താനുള്ള നീക്കമാണ് നടത്തുന്നത്. അതിനുശേഷം അവിടെ വിവിധ പരിപാടികൾ കൂടി ഷെഡ്യൂൾ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിനിടയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ, കോൺഗ്രസിൽ നിന്ന് തന്നെയുള്ള പോര് തുടരുകയാണ്. അതിന്റെ ഭാഗമായാണ് ഇന്നലെ രാഹുലിനൊപ്പം നിയമസഭയിലേക്ക് എത്തിയ തിരുവനന്തപുരം യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷനായ നേമം ഷജീറിനെതിരെ പരാതി നൽകിയിരിക്കുന്നത്. ഈ പരാതി യൂത്ത് കോൺഗ്രസിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ഒരാളെ അനുഗമിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നേമം ഷജീറിനെതിരെയും നടപടി വേണമെന്നുള്ളതാണ് ആവശ്യം. അനുജ, അതായത് ഈ നേമം ഷജീർ തിരുവനന്തപുരത്തെ നേതാവാണ്, യൂത്ത് കോൺഗ്രസിന്റെ നേതാവാണ്. അപ്പോൾ ഈ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് പുറത്താക്കി അതിനുശേഷം പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത ഒരാൾക്കൊപ്പം ഇദ്ദേഹം എത്തി എന്ന് പറയുമ്പോൾ അത് പാർട്ടിക്ക് കൂടി ചീത്തപ്പേരുണ്ടാക്കുന്നു എന്നൊരു നിഗമനത്തിലേക്ക് നേതൃത്വം എത്തുന്നുണ്ടോ? നിലവിൽ എന്താണ് അതിൽ നേതൃത്വത്തിന്റെ നിലപാട്? അനുജ, നേതൃത്വത്തിന് അത്തരത്തിലൊരു നിലപാടില്ല. അതുമായി ബന്ധപ്പെട്ട് ആ നിലയിലൊരു നിഗമനത്തിലേക്കും എത്തിയിട്ടില്ല. കാരണം നേമം ഷജീറിനെതിരെ നടപടി ഉണ്ടാകില്ല, ഇത്തരത്തിലൊരു പരാതി വന്നെങ്കിൽ പോലും നടപടി ഉണ്ടാകില്ല എന്നുള്ളൊരു സൂചനയാണ് ലഭിക്കുന്നത്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ പാർട്ടിയിലെ ഒരു ഭാഗത്തിന്റെ പിന്തുണയുണ്ട്. നേതൃത്വത്തിന്റെ തന്നെ മൗനാനുവാദത്തോടു കൂടിയാണ് നിയമസഭയിലേക്ക് എത്തിയത്. അതിന് പിന്നാലെ ഈ പരാതി വരുമ്പോൾ നേമം ഷജീറിനെതിരെ ഇന്നലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം ഉയർന്നതുമാണ്. തിരുവനന്തപുരം യൂത്ത് കോൺഗ്രസിന്റെ തിരുവനന്തപുരം ജില്ലാ അധ്യക്ഷനാണ് നേമം ഷജീർ. ഉത്തരവാദിത്തപ്പെട്ട ഒരു പദവിയിലിരിക്കുന്നയാളാണ്. പാർട്ടി സസ്പെൻഡ് ചെയ്ത ആൾക്കൊപ്പം എങ്ങനെ എത്തിയെന്ന ചോദ്യത്തിന് KPCC അധ്യക്ഷൻ തന്നെ നടപടിയൊന്നും ഉണ്ടാകില്ല എന്ന് സൂചിപ്പിക്കുന്ന മറുപടിയാണ് നൽകിയത്. MV രാഘവനോട് CPIM ചെയ്തതാവില്ല കോൺഗ്രസ് രാഹുലിനോട് ചെയ്യുന്നത്, രാഹുലിനോട് ആർക്കെങ്കിലും സംസാരിക്കാൻ കഴിയില്ല എന്നൊരു നിലയില്ല, രാഹുലിനോട് സംസാരിക്കുന്നതിൽ വിലക്കില്ല എന്നുള്ളതാണ് പറയുന്നത്. അതായത് നേമം ഷജീറിനെതിരെ ഏതെങ്കിലും തരത്തിലൊരു നടപടി സ്വീകരിക്കുന്നത് KPCC നേതൃത്വത്തിന്റെ ആലോചനയിൽ പോലും ഇല്ല. അതുകൊണ്ടാണ് ആ നിലയിലൊരു മറുപടി കൂടി വന്നത്. ഇങ്ങനെ ഒരു പരാതി ഇപ്പോൾ വന്ന സ്ഥിതിക്ക് അത് 2 പേർക്കാണ്, ഒന്ന് KPCC അധ്യക്ഷനും ഒന്ന് അച്ചടക്ക സമിതി ചെയർമാനായ തിരുവഞ്ചൂർ രാധാകൃഷ്ണനുമാണ് ഈ പരാതി നൽകുന്നത്. പക്ഷേ ആ പരാതി ഗൗരവത്തിലെടുക്കാനുള്ള സാധ്യതയും നിലവിലില്ല. അനുജ, അതാണ് ചില വിഷയങ്ങൾ, പാലക്കാട് മണ്ഡലവുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ അദ്ദേഹം ഉന്നയിച്ചിരിക്കുകയാണ്. ഇപ്പോൾ റവന്യൂ മന്ത്രിക്ക് കത്ത് നൽകിയിരിക്കുന്നു. റവന്യൂ അസംബ്ലിയിൽ പരിഗണിക്കേണ്ട ചില വിഷയങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടി, പട്ടയ വിഷയം ഉൾപ്പെടെ, ഒപ്പം തന്നെ കാലവർഷക്കെടുതിയിൽ അതിലെ നഷ്ടപരിഹാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് അദ്ദേഹം റവന്യൂ മന്ത്രിക്ക് കത്ത് നൽകിയത്. അതായത് വിഷയങ്ങളിൽ ഇടപെടാൻ പോവുകയാണ്, ജനപ്രതിനിധി എന്ന നിലയിൽ സജീവമാകാൻ പോകുന്നു എന്നതിന്റെ സൂചനയായി കൂടിയാണ് അതിനെ കാണേണ്ടത്. ഒപ്പം തന്നെ അദ്ദേഹം ഇന്ന് നിയമസഭയിൽ എത്തിയിട്ടില്ല എന്നുള്ളതും പ്രധാനമാണ്. അതിനിടെയാണ് ഇന്നലെ നേമം ഷജീർ, യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റാണ്, തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ്, അദ്ദേഹത്തിനൊപ്പമാണ് ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയത്. നേമം ഷജീറിനെതിരെ ഒരു വിഭാഗം പരാതിയുമായി രംഗത്തെത്തുന്നുണ്ട് എന്നതിന്റെ വിവരങ്ങൾ കൂടിയാണ് സലിം മാലിക് നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.